നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ മീൻകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മീൻകറി ഉണ്ടാക്കുന്നതിന് വിളമീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 1.5 കിലോ വിളമീൻ്റെ മീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻകറിയുടെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. മീൻകറി ഉണ്ടാക്കുന്നതിന് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻകറി കഴിവതും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് 1.25 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും നമുക്ക് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉണ്ട പച്ചമുളകാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 3 to 4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ട പച്ചമുളകിന് എരിവ് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഒരു 3 to 4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. പച്ചമുളകും ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 20 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് കഴിവതും ചുവന്നുള്ളി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ കൂട്ടൊന്ന് തപ്പി പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി കിട്ടും. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം പൊടിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓൾറെഡി ലോയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നേച്ച കുടംപുളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 7 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലയുമായിട്ട് ഒന്ന് യോജിപ്പിക്കുക. കുടംപുളി കുതിർത്ത വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ മീൻകറിയുടെ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. മൂടി ഒന്ന് തുറന്നു നോക്കുമ്പോൾ കറി നന്നായിട്ട് ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് വിളമീൻ്റെ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 കിലോ മീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതേ സെയിം റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് മറ്റ് മീനുകളും കുക്ക് ചെയ്യാവുന്നതാണ്. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ മീൻ കറിയുമായി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച്
ഒരു 8 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ മീൻ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. ഒരു 8 മിനിറ്റോളം നമ്മൾ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഇതേ കൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ വെന്തതിന് ശേഷം ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് തവിയോ സ്പൂണോ ഒന്നും ഇടരുത്, കാരണം മീൻ കഷ്ണങ്ങൾ ഉടങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചട്ടി ഇതേപോലെ പതുക്കെ ഒന്ന് കറക്കി കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി കിട്ടും. കറി ഒന്ന് രുചിച്ച് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി നമുക്കൊരു 1.25 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ 3 to 4 മിനിറ്റ് കൂടുമ്പോഴും ചട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മീൻകറിയുടെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 4 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം, അതായത് നമ്മുടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പിഞ്ചെന്നൊക്കെ പറയുന്നോട്ട് അത്രയും കായപ്പൊടി മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കായപ്പൊടി ഇല്ലാത്തവർ ആദ്യമേ ഉലുവ മൂപ്പിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് കട്ടക്കായം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മീൻകറിയൊക്കെ ഒരു ദിവസം വെച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. കഴിവതും ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റിവെച്ചതിന് ശേഷം മാത്രം വിളമ്പുക. വീഡിയോ കണ്ട കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.